ഹരേ ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 35 1, 2, 3, 4 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു. രാമ അവതാര വർണ്ണനത്തിൻ്റെ തുടർച്ചയാണ്. നമുക്കിന്ന് 5-ാം ശ്ലോകം വായിക്കാം. നമ്മൾ 4-ാം ശ്ലോകത്തിൽ സമുദ്രത്തിൽ ചിറകെട്ടുന്നത് സേതു ബന്ധിക്കുന്നതിനാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. വാനരന്മാർ 4 ദിശയിലും പോയി പാറയും മലയും കുന്നും എല്ലാം കൊണ്ടിട്ട് സേതു ബന്ധിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. ഈ ശ്ലോകം 5. കീശൈർ ആശാന്തരോപാഹൃത ഗിരിനികരൈ സേതുമാധാപ്യയാതോ യാതൂന്യാമർദ്യ ദംഷ്ട്രാ നഖശിഖരി ശിലാസാല ശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാൽ നാഗാസ്ത്രബദ്ധ പദകപതി ഗരുന്മാരുതൈർ മോചിതോ ഭൂ. കീശൈർ ആശാന്തരോപാഹൃത ഗിരിനികരൈ സേതും ആധാപ്യയാതോ യാതുന്യ തെളിയുന്നില്ല യാതുന്യാമർദ്യ ദംഷ്ട്രാ നഖശിഖരി ശിലാസാല ശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാൽ നാഗാസ്ത്രബദ്ധ പദകപതി ഗരുന്മാരുതൈർമോചിതോ ഭൂ. ഒന്നും കൂടി വായിക്കാം. കീശൈർ ആശാന്തരോപാഹൃത ഗിരിനികരൈ സേതും ആധാപ്യയാതോ യാതുന്യാമർദ്യ ദംഷ്ട്രാ നഖശിഖരി ശിലാസാല ശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാൽ നാഗാസ്ത്രബദ്ധ പദകപതി ഗരുൻ മാരുതൈർ മോചിതോ ഭൂ. ഈ ശ്ലോകത്തിൽ വാനരന്മാരെ കൊണ്ട് പല ദിക്കിൽ നിന്നും കൊണ്ടെത്തിച്ച കുന്നും മലയും, അതായത് ഈ സമുദ്രത്തിൽ സേതു ബന്ധിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പാറയും കല്ലും, അതായത് കുന്നുകളും മലയും എല്ലാം ചുമന്നുകൊണ്ടുവന്ന് സമുദ്രത്തിൽ സേതു ബന്ധിച്ച് ലങ്കയിലേക്കുള്ള മാർഗം, അതായത് വഴി ശരിയാക്കി അതിൽ കൂടി ലങ്കയിലെത്തി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? പല്ല്, നഖം, അതായത് വല്ല മൃഗങ്ങളുടെയൊക്കെ പല്ലൊക്കെ ആയിരിക്കും. അല്ല, വനത്തിൽ പ്രത്യേകിച്ച് വാനരന്മാർക്ക് എന്താ ആയുധം? പ്രത്യേകിച്ചൊന്നും കുരങ്ങന്മാർക്ക് ആയുധമില്ലല്ലോ. അപ്പോൾ അവിടെ കിടക്കുന്ന മറ്റ് പലതുമൊക്കെ ആണല്ലോ അവരുടെ ആയുധമായിട്ട് എടുക്കുന്നത്. അത് ചെന്നപ്പോൾ ആയുധമായിട്ട് നഖം, പല്ല്, കുന്ന്, പാറ, മരം എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ട് അങ്ങ് വാനര സൈന്യങ്ങൾ രാക്ഷസ സൈന്യങ്ങളോട് എതിർത്ത് അവരെ മർദ്ദിച്ച് അവശരാക്കി. ഈ വാനരന്മാർ രാക്ഷസന്മാരെ മർദ്ദിച്ച് ഈ തടിയും കല്ലും പാറ, അതായത് നഖവും പിന്നെ എന്തോ പറയുക, വലിയ വലിയ തടികൾ, ഇതൊക്കെ കൊണ്ടുവന്ന് അവരെ അടിച്ച് അവശരാക്കി. അത്രമാത്രം ഭയങ്കരമായുള്ള യുദ്ധം ഇങ്ങനെ ചെയ്തപ്പോൾ വിക്രമം, അങ്ങേയറ്റത്തെ വിക്രമം കാട്ടുന്നതിനിടയിൽ എന്ത് ചെയ്തു? ഇന്ദ്രജിത്ത് എന്ന രാവണപുത്രൻ സൂത്രത്തിൽ നാഗാസ്ത്രം പ്രയോഗിച്ച് അങ്ങയെ, അതായത് ഭഗവാന്റെ അനുജനും ലക്ഷ്മണനോടൊപ്പം ബന്ധിച്ച്, ഈ നാഗാസ്ത്രം കൊണ്ടങ്ങ് ബന്ധിച്ച് ഒരു സൂത്രത്തിൽ ചെയ്തതാണ്. അറിയുന്നില്ല, ഈ വാനരന്മാർ അതിഭയങ്കരമായ വിക്രമം കാട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കൂടി ആ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് സൂത്രത്തിൽ നാഗാസ്ത്രം പ്രയോഗിച്ച് അനുജനും എല്ലാം ലക്ഷ്മണനോടൊപ്പം ബന്ധിച്ചപ്പോൾ പക്ഷിരാജനായ ഗരുഡൻ കാറ്റുപോലെ പറന്നു വന്നു. ഗരുഡൻ്റെ ആ ചിറകടിയേറ്റ് മോചിതരാകുകയും ചെയ്തു. അവിടെ നാഗത്തിന്, അതായത് സർപ്പങ്ങൾക്ക് വിഷം മാറ്റാൻ ഗരുഡനെ കൊണ്ടേ പറ്റൂ. നാഗാസ്ത്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഗരുഡന് മാത്രമേ കഴിയൂ. നാഗങ്ങളുടെ ശത്രുവാണ് ഗരുഡൻ.
അതിനാൽ ഗരുഡനെ നാഗ അരി എന്നും പറയുന്നുണ്ട്. നാഗത്തിൻ്റെ ശത്രു ആരാ? ഗരുഡൻ. നാഗാരിയായ ഗരുഡനാണ് നാഗ അസ്ത്രബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചത്. അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവാനെയും ലക്ഷ്മണനെയൊക്കെ നാഗം അസ്ത്രം കൊണ്ട് ബന്ധിച്ചപ്പോൾ ഗരുഡൻ അറിഞ്ഞ് പറന്നു വന്ന് ആ കാറ്റ് തന്നെ വീശിയപ്പോൾ തന്നെ അവരതിൽ നിന്ന് മോചിതരായി. നമുക്ക് 6-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. സൗമിത്രീ സ്വതത്ര ശക്തി പ്രഹൃതികളതസുർവാദജാനീതശൈല ഘ്രാണാൽ പ്രാണാൻ ഉപേദോ വിഗൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാശോഭേഷു വൈഭീഷണ വിഭീഷണനെയാണ് വൈഭീഷണ എന്ന് പറയുന്നത്. വൈഭീഷണ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോ ഉർവീതലം അഖിലചമോ ഭക്ഷിണം വൃക്ഷണോസം സൗമിത്രേസ്തോത്ര ശക്തി പ്രകൃതികളിൽ അസുർവാദജാനീതശൈല ഘ്രാണാൽ പ്രാണാൻ ഉപേദോ വിഗൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാശോഭേഷു വൈഭീഷണ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലം അഖിലചമോ ഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. ഒന്നും കൂടെ ചൊല്ലാം. സൗമിത്രിസ്തോത്ര ശക്തി പ്രകൃതികളൽ അസുർവാദജാനീത ശൈല ഘ്രാണാൽ പ്രാണാൻ ഉപേദോ വിഗൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാശോഭേഷു വൈഭീഷണ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോ ഉർവീതലം അഖിലചമോ ഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. ഈ ശ്ലോകത്തിൽ യുദ്ധക്കളത്തിൽ വച്ച് യുദ്ധത്തിനിടയിൽ രാവണൻ്റെ ശക്തിയേറ്റ് ലക്ഷ്മണന് ജീവാപായമുണ്ടായി. ലക്ഷ്മണന് യുദ്ധത്തിനിടയിൽ ഈ രാവണൻ്റെ അത്ര ഭയങ്കരമായ ശക്തിയല്ലോ രാവണൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രഹരമേറ്റിങ്ങനെ ജീവാപായമുണ്ടായി ലക്ഷ്മണന്. അപ്പോൾ പെട്ടെന്ന് ഹനുമാൻ ഋഷഭാദ്രി കൊണ്ടുവന്നു. മൃതസഞ്ജീവിനി ആയിരിക്കും ഇതെല്ലാം വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. കുറച്ചല്ലേ എല്ലാത്തിൻ്റെയും സാരം പറയത്തുള്ളല്ലോ ഈ നാരായണത്തിൽ. അപ്പോൾ ഋഷഭാദ്രി കൊണ്ടുവന്ന് അതിലെ ഔഷധ കാറ്റേറ്റ് ജീവിച്ചുണർന്ന ലക്ഷ്മണൻ കപട യുദ്ധത്തിൽ മിടുക്കനാണ് ഇന്ദ്രജിത്ത്. അപ്പോൾ രാവണൻ്റെ ശക്തി ഏറ്റൂടെ ലക്ഷ്മണന് ജീവാപായം ഉണ്ടായപ്പോൾ ഹനുമാൻ പെട്ടെന്ന് തന്നെ ഋഷഭാദ്രി കൊണ്ടുവന്നു. അതിലെ ഔഷധ കാറ്റ് ഏറ്റ് ജീവിച്ചുണർന്ന ലക്ഷ്മണൻ കപടയുദ്ധത്തിൽ മിടുക്കനായ ആ ഇന്ദ്രജിത്തിനെ, അതായത് മേഘനാഥനെ കൊല്ലുന്നു. എന്തായാലും ജീവനൊക്കെ ശരിക്ക് തിരിച്ചു വന്നപ്പോൾ ലക്ഷ്മണൻ അങ്ങനെ കപടയുദ്ധത്തിലാണ് ഈ ഇന്ദ്രജിത്ത് എല്ലാവരെയും കൊല്ലുന്നത്. എന്നാൽ അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്തു? അവനെ ഇന്ദ്രജിത്തിനെ, അതായത് മേഘനാഥനും ഇന്ദ്രജിത്തും ഒരേ ആളാണ്. പേര് ഇങ്ങനെ ഇന്ദ്രനെ ജയിച്ചതുകൊണ്ടാണ് അതായത് ദേവനായിട്ടുള്ള ഇന്ദ്രനെ ജയിച്ചതുകൊണ്ടാണ്, തോൽപ്പിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നത്. അന്ന് ദേവേന്ദ്രനെ തോൽപ്പിച്ചു. അപ്പോൾ ഇന്ദ്രജിത്ത് എന്നുള്ള പേര് കിട്ടി മേഘനാഥന്. അപ്പോൾ ഈ മേഘനാഥനെ ലക്ഷ്മണൻ കൊന്നു. ഒരിക്കൽ ഇന്ദ്രനെ ജയിച്ചതിനാൽ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന നാമം നൽകി ബ്രഹ്മാവ്. പ്രസവിച്ച ഉടനെ രാവണപുത്രൻ മേഘഗർജനം പോലെ കരഞ്ഞതിനാൽ മേഘനാഥൻ എന്ന പേരുണ്ടായി. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ മേഘനാഥൻ എന്നാണ്. കാരണം എന്താ? മേഘഗർജനം പോലെ കരഞ്ഞ്, അത്ര ഭയങ്കര ഇടിമുഴക്കം പോലെ കരഞ്ഞതുകൊണ്ട് അയാൾക്ക് മേഘനാഥൻ എന്നുള്ള പേരിട്ട്. എന്നാൽ ഇവിടെ ദേവേന്ദ്രനെ തോൽപ്പിച്ചതുകൊണ്ട് ഇന്ദ്രനെ ജയിക്കുക ഇന്ദ്രജിത്ത് എന്നുള്ള പേര് ഉണ്ടായി. രാക്ഷസരുടെ മായാപ്രയോഗത്താൽ മനക്ലേശം ഉണ്ടായി. ആർക്കാ? ഈ ശ്രീരാമന്. കാരണം ഇവർക്ക് മായാപ്രയോഗമുണ്ട് ഈ രാക്ഷസന്മാർക്ക്. അപ്പം അവരുടെ മായയെപ്പറ്റി ശ്രീരാമന് അറിയത്തില്ലാത്തതുകൊണ്ട് മനസ്സിന് വിഷമമുണ്ട്, മനക്ലേശം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? വിഭീഷണൻ്റെ വാക്ചാതുര്യം കൊണ്ട് ആശ്വാസം ലഭിച്ച ശ്രീരാമൻ ഭൂമി കുലുക്കി വന്ന് വാനര സൈന്യങ്ങളെ വാരി വിഴുങ്ങുന്ന കുംഭകർണനെ കൊന്നു. അപ്പോൾ കുംഭകർണനെ എങ്ങനെ കൊല്ലാനിടയായത്? വിഭീഷണൻ്റെ വാക്ചാതുര്യമാണ്. ഓരോ കാര്യങ്ങൾ മായ എങ്ങനെയാണ് കാട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ വിഭീഷണൻ അറിയാമല്ലോ. വിഭീഷണൻ ശ്രീരാമ ഭക്തനല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ശ്രീരാമന്. അതുകൊണ്ട് എന്ത് വന്നു? വാനര സൈന്യങ്ങളെ വാരി വിഴുങ്ങുന്ന രീതിയിൽ വന്നു കുംഭകർണൻ.
രാവണൻ്റെ അനുജൻ. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീരാമൻ വധിക്കുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിൽ. നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.